നമസ്കാരം. രണ്ട് രാജി തീരുമാനങ്ങളാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. ഒന്ന്, ബാർക്കോഴയുടെ പേരിൽ സകല കോടതികളും സകല നേതാക്കളും രാജിവെക്കാൻ പറഞ്ഞിട്ടും കസേര കയ്യിൽ അള്ളിപ്പിടിച്ചിരുന്ന കെ.എം. മാണിയുടെ മന്ത്രിസ്ഥാനത്തു നിന്നുള്ള രാജി. രണ്ട്, കെ.എം. മാണിയുടെ അന്തകനായി അവതരിച്ച സാക്ഷാൽ പി.സി. ജോർജിന്റെ എം.എൽ.എ. സ്ഥാനത്തു നിന്നുള്ള രാജി. അള്ളിപ്പിടുത്തവും സ്വയം രക്ഷയും രാജിവിശേഷങ്ങൾ കാണാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർക്കോഴ എന്നും കെ.എം. മാണിയുടെ രാജി എന്നും പറഞ്ഞ് ഇനി നാട്ടാർ ഉറക്കം കളയണ്ട. ഹൈക്കോടതിയുടെ കടുത്ത വിമർശനങ്ങളെ തൻ്റെ വഴിക്ക് ആവത് വളച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവസാനം രാജിവെക്കാതെ മാണിക്ക് നിർവാഹമുണ്ടായില്ല. UDFും മാണി പാർട്ടിയിലെ ജോസഫ് ഗ്രൂപ്പും കൂടി മാണിയോട് രാജിവെച്ചേ മതിയാവൂ എന്ന് ആഹ്വാനം ചെയ്തു. PJ ജോസഫും തോമസ് ഉണ്ണിയാടനും കൂടി രാജിവെക്കണമെന്ന് മാണി വാശി പിടിച്ചു അത്രേ. ഞാനില്ലെങ്കിൽ പിന്നെ ഇല്ലമാകെ ചുടാം എന്ന പരിപാടി. PJ ജോസഫാരാ മോൻ. കോഴഭാരം തലയിലേറ്റാൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. മാണിയും ഉണ്ണിയാടൻ മാഷും കൂടി രാജിവെക്കാൻ തീരുമാനിച്ചു. അവസാനം പാർട്ടിയെ അനുസരിക്കുമെന്ന അപൂർവമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മറ്റു നിർവാഹമില്ലാതെ പണ്ട് PC ജോർജ് പറഞ്ഞതുപോലെ നാണം കെട്ട് മാണി രാജിവെക്കാൻ തീരുമാനിച്ചു. സ്വയം കുഴിച്ച കുഴിയിൽ ആ ഭൂതം പിടഞ്ഞു വീണുപോയി. നിയമമന്ത്രി എന്നുള്ള നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് സൂചകമായി ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവെക്കും. എല്ലാ പിന്തുണയും നൽകിയ മുഖ്യമന്ത്രിയോടും എൻ്റെ സഹമന്ത്രിമാരോടും ഒക്കെയുള്ള എൻ്റെ സ്നേഹം ഞാൻ പങ്കുവെച്ചുകൊണ്ട് രാജിവെക്കുന്നു. ഇനിയും കലവറയില്ലാത്ത പിന്തുണ തുടർന്നും UDFന് നൽകുന്നതായി പാർട്ടി ലീഡർ മാണി സാറിന്റെ രാജിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഗവൺമെന്റ് ചീഫ് എന്ന പദവി നിന്ന് രാവിലെ മുതൽ ഉമ്മൻചാണ്ടിയെയും UDFനെയും പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നോക്കിയതാണ് മാണി. VSനെ പോലുള്ളവർ മാണിക്കൊപ്പം ചാണ്ടിയെയും കോഴക്കുരുക്കിലേക്ക് വലിച്ചിഴക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എന്തു ചെയ്യും ഉമ്മൻചാണ്ടി? മാണിയോട് ഉടൻ സ്ഥലം വിട്ടോളാൻ പറയുകയല്ലാതെ മറ്റ് നിർവാഹമില്ല. അങ്ങനെയാണ് UDFകാരെ എല്ലാം വിളിച്ചുകൂട്ടി മാണിയുടെ ഭീഷണിയും തന്ത്രങ്ങളുമെല്ലാം അടുപ്പത്ത് നിന്ന് വാങ്ങിവെച്ചോളാൻ പറഞ്ഞത്. ഉടൻ രാജിവെച്ച് പാലായിലേക്ക് പിടിച്ചോളാൻ ഉമ്മൻചാണ്ടി കൽപ്പിച്ചു. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. മൈ ഗോഡ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ ബാർക്കോഴ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ ഉമ്മൻചാണ്ടിയും പ്രതിയാകും എന്നതാണ്. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. ഇവിടുന്ന് പോണം. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹത്തിന് ഏറ്റവും വേഗം തിരിച്ചു വരാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ സേവനം രാഷ്ട്രീയ രംഗത്ത് UDFന് അനിവാര്യമാണ്. എന്നെ ആപ്പിലാക്കാതെ അനന്തന് എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഈ വീട്ടിൽ എന്തായാലും തന്നെ നിർത്താൻ ഒക്കത്തില്ല. ഫൈനാൻസ് മിനിസ്റ്റർ ഇനിയിപ്പോ അടുത്ത ആരായിരിക്കും? താങ്കളെ? ഇല്ല, ഞാൻ ഏറ്റെടുക്കണം. മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. ഇല്ല, അതിപ്പോ ആ വിഷയം മാണിസാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സീസറിന്റെ ഭാര്യയും സംശയാതീതമായിരിക്കണം എന്ന കോടതി വിധി വന്നതോടെയാണല്ലോ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്. സീസറിന് തനിക്ക് അറിയുക പോലും ഇല്ലെന്ന് പറഞ്ഞ് മാണി രാവിലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോകാനിരുന്നതാണ്. എന്നാൽ രാജിവെച്ച് സ്ഥലം വിട്ടോളാൻ ഉമ്മൻചാണ്ടി പറഞ്ഞതോടെ സംഗതി കുഴഞ്ഞു മറിഞ്ഞു. രാജിയിൽ നിന്ന് രക്ഷപ്പെടാൻ പണ്ട് പറഞ്ഞ ഗൂഢാലോചനാ സിദ്ധാന്തവും ബാർക്കോഴയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കുമെല്ലാം വെളിപ്പെടുത്തുമെന്ന് മാണി ഫാൻസ് തന്ത്രം പുറത്തെടുത്തു നോക്കി. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി മാണിയെ കുരുക്കിലാക്കിയതാണ് എന്നതാണ് മാണി ഫാൻസിന്റെ വാദം. എന്നാലും ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉമ്മൻചാണ്ടി എങ്ങനെയാണ് മാണിയെ കുഴപ്പത്തിൽ ചാടിച്ചത്? അതുകൊണ്ടാവണം VSും മറ്റും പറയുന്നത് മാണി മാത്രമല്ല ചാണ്ടിയും രാജിവെക്കണം എന്ന്. ഇത്രയും വലിയ ചതിയിലാണല്ലേ മാണിയെ ഉമ്മൻചാണ്ടി പെടുത്തിയത്? അങ്ങനെ ചെയ്തില്ല, അതിലും വലുതാ ചെയ്തത്. പുറത്തു പറയാൻ കൊള്ളില്ല. എന്തായാലും മാണി കുടുങ്ങിക്കഴിഞ്ഞു. ഇനി മാണിയുടെ രാജിയോടെ സർക്കാരിന്റെ മുഖം രക്ഷപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമം. PC ജോർജിനെ പോലുള്ള ചില നിതാന്ത ശത്രുക്കൾ നേരം പുലർന്നപ്പോൾ തന്നെ സ്വയം രാജിവെച്ച് മാണിയെ പ്രതിസന്ധിയിലാക്കാനും പടപ്പുറപ്പാട് നടത്തി. MLA സ്ഥാനം തന്നെ രാജിവെച്ച് മാണിയോട് തന്നെ മാതൃകയാക്കൂ എന്നതായിരുന്നു PC-യുടെ ആഹ്വാനം. മാണിയുടെ വേദന എവിടെ കിടക്കുന്നു? ഉമ്മൻചാണ്ടി പോലും കൈവിട്ടില്ലേ? ആർക്കും വേണ്ടാത്ത ദുശ്ശകുനമായി മാണി ഇങ്ങനെ നിലവിളിക്കുകയാണ്. UDF ഗവൺമെന്റ് പിന്തുണ കൊടുക്കുന്നത് ധാർമ്മികതയല്ല, രാജിവെക്കുക എന്നതൊരു മര്യാദ മാത്രമാണ്. ആ നിലയ്ക്ക് മാണിക്ക് ഒരു ഉൾക്കണ്ണ് ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഒരു മാതൃകയാകാൻ കഴിയുന്നു എന്ന അഭിമാന ബോധത്തോടെ അഴിമതിക്കെതിരെ പോരാടി വിജയം വരിച്ചുകൊണ്ട് ഞാൻ
സങ്കീർത്തനം 18 അധ്യായം 26 വചനം. സങ്കീർത്തനം 18 അധ്യായം 26 വചനം ഒന്ന് നോട്ട് ചെയ്തേ. അത് നിർമ്മലനോട് ദൈവം നിർമ്മലനാകുന്നു. എങ്ങനെ? നിർമ്മലനോട് ദൈവം നിർമ്മലനാകുന്നു, വക്രനോട് ദൈവം വക്രത കാണിക്കുന്നു. മാണി വക്രനാണ്, ദൈവം വക്രത മാണിയോട് കാണിച്ചുകൊണ്ടിരിക്കുക. രക്ഷയില്ല. ഭഗവത്ഗീതയുടെ സന്ദേശം എന്താ? നീ നിന്റെ കർമ്മം ചെയ്യുക, കർമ്മഫലം ഞാൻ നൽകും. മാണിക്ക് ഒരു ഉൾക്കണ്ണ് ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഒരു മാതൃകയാകാൻ കഴിയുന്നു എന്ന അഭിമാന ബോധത്തോടെ അഴിമതിക്കെതിരെ പോരാടി വിജയം വരിച്ചുകൊണ്ട് ഞാൻ MLA സ്ഥാനം രാജിവെക്കുക. ഇതെല്ലാം കേട്ട് മാണിയോട് എങ്ങനെ രാജിവെക്കാൻ പറയാതിരിക്കും? ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്നിട്ടാണ് ഉണ്ണിയാടനെ പോലുള്ള മാണി ചാവേറുകൾ കോടതി വിധിക്ക് പുത്തൻ വ്യാഖ്യാനങ്ങളുമായി നേരം പുലർന്നപ്പോൾ തന്നെ ഓടിയെത്തിയത്. അതൊരിടവേള കഴിഞ്ഞ്. അതാണ് നിങ്ങൾ കാണേണ്ടത്. അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു, കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ.